അച്ഛാ, എനിക്കൊരു ക്യാമറ അടിച്ചു തരൂ. ക്യാമറയോ? എന്ത് ക്യാമറ? ഒറിജിനൽ ക്യാമറ. ഒറിജിനൽ ക്യാമറയോ? ആ, അതെന്തിനാടാ? എനിക്ക് ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുക്കാനോ? ആരുടെ ഫോട്ടോ എടുക്കാൻ? പക്ഷികളുടെ. പക്ഷികളുടെ ഫോട്ടോയോ? അതെന്താടാ? എനിക്ക് പക്ഷികളെ ഭയങ്കര ഇഷ്ടം. ആദർശേ, സത്യത്തിൽ എന്തിനായിരിക്കും പ്രൊഫസർ സാമിനാഥൻ നമ്മളോട് വരാൻ പറഞ്ഞത്? എൻ്റെ പൊന്നും ഇതിനെ എനിക്കൊരു പിടുത്തമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റന്നാൾ അവിടെ ഉണ്ടാകണം. വേണമെങ്കിൽ വിശ്വാസമുള്ള ഒരാളെ കൂടെ കൂട്ടിക്കോ. ഒരു 4 ദിവസം തങ്ങാവുന്ന രീതിയിൽ വരണം. ക്യാമറയും സ്റ്റാൻഡും എല്ലാത്തരം ലെൻസും എടുത്തോണം. ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ഇത്രയാടാ പറഞ്ഞത്. 4 ദിവസം ചെയ്യാനുള്ള അസൈൻമെൻറ്റോ? ആ, നോക്കാം. കാര്യം എന്തോ സീരിയസ് ആണ്. വിശ്വാസമുള്ള ഒരാളെ കൂടെ കൂട്ടിക്കുമെന്ന് പറയുമ്പോഴൊക്കെ സാറിൻ്റെ ശബ്ദത്തിന് ഭയങ്കര ഗൗരവമായിരുന്നു. ഇവിടെ ഇപ്പോൾ നിന്നെക്കാട്ടും വിശ്വാസം വേറെ ആരാ? അതുകൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞത്. 1-2 നല്ല പ്രോഗ്രാം കവർ ചെയ്യാനുണ്ടായിരുന്നു. ഒരു എൻഗേജ്മെൻറ്റും പിന്നെ ഒരു ഹൗസ് വാമിങ്ങും. 2 ബേട്ട പാർട്ടീസിൻ്റെയാ. സാരമില്ല, അനിയൻ വന്ന് കയറിയിട്ടുണ്ട്, അവൻ നോക്കിക്കോളും. ആ, പോയേക്കാം, കയറ്. ആ മിഥുനെ, നമുക്ക് വേണ്ട വണ്ടി അവിടെ ഉണ്ടല്ലോ. വണ്ടിയുടെ പാർക്ക് ചെയ്യാം. അതാണോ വണ്ടി? ആ, ഇങ്ങനെയൊക്കെ കാടല്ലാതെ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. ടൗണിൽ എന്തോ ഒരു ഹോട്ടലുകൾ. മൂന്നാർ വന്നാൽ ഇവിടെയാ താമസിക്കത്തുള്ളൂ എന്നാ പറഞ്ഞേ. യാത്ര കഴിഞ്ഞ വന്നല്ലേ, നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആ, ഓക്കെ. എങ്ങനെ പോകുന്നു ആദർശ് നിങ്ങളുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? കഴിഞ്ഞ തവണ നാഷണൽ ജിയോഗ്രഫിയുടെ ഫൈനൽ ഓർഡർ വന്നതല്ലേ, ഇത്തവണ എന്തായി? ഒരു 6-7 റെഡിയായിരിക്കും സാർ.
ഉം. അത്രയ്ക്ക് മോശമൊന്നുമല്ല. ഉം. പക്ഷെ എനിക്ക് എന്തോ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. അതെന്താ? എന്തായാലും ഒരു 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുഡ്. കൂട്ടുകാരെങ്ങനെയാ? ഇദ്ദേഹവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഏയ് ഞാനായിരുന്നില്ല. ബോംബെയിലെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോട്ടോഗ്രാഫി വഴി ഞങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിലും ഇവൻ തിരഞ്ഞെടുത്തത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഞാൻ തിരഞ്ഞെടുത്തത് കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫി. ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും ഒക്കെയായി 12 സ്റ്റുഡിയോ ബ്രാഞ്ചുകൾ നടത്തി പോരുന്നു. അത്യാവശ്യമായി ഒന്ന് കൂടെ വരണമെന്ന് ഇവൻ പറഞ്ഞു. ഞാൻ വന്നു. പിന്നെ സാറിനെ പോലെ ഒരാളെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലും. ഓക്കെ. അതേഴ്സ്, സോണി ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് 10 ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ? ആ അതെ അതെ. തനിക്ക് ഞാൻ റെയർ സബ്ജക്റ്റ് തരാം. തനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായും ലോകത്തിലെ ഏത് അവാർഡും തനിക്കായിരിക്കും. പക്ഷേ കുറച്ച് റിസ്ക് ഉണ്ട്. ഐ മീൻ ഇറ്റ് ഈസ് സംതിങ് ഡേഞ്ചർ. തനിക്ക് അതിന് ധൈര്യമുണ്ട്. സാർ, എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് കാര്യം മനസ്സിലായില്ല. സാർ പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പ്രദീപ് പരമേശ്വരൻ എന്ന ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടുന്നത്. സലിമലി ഓർണത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ സയൻറ്റിസ്റ്റായി എന്നെ കാണാൻ ഒരു നാൾ അയാൾ വന്നു. വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അയാളെടുത്ത കുറേ പക്ഷികളുടെ ഫോട്ടോസ് എന്നെ കാണിക്കാനാണ് അയാൾ വന്നത്. അന്ന് ആ ഫോട്ടോസ് കണ്ട് ഞാൻ അമ്പരന്നു. ഒരു ഫോട്ടോഗ്രാഫേഴ്സിനും അത്ര എളുപ്പത്തിലൊന്നും പിടികൊടുക്കാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ചില പക്ഷികളുടെ ഗംഭീര ഫോട്ടോസായിരുന്നവ. പ്രത്യേകിച്ച് അവയുടെ ഭംഗി, ക്ലാരിറ്റി, ആംഗിൾ, ഫ്രെയിം, ലൈറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട്, ഭാവം തുടങ്ങി എല്ലാം ക്ലാസിക്കായിരുന്നു. കൂടിക്കാഴ്ച ഞങ്ങളെ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളാക്കി. പക്ഷിയുടെ ലോകത്തെക്കുറിച്ച് സത്യത്തിൽ എന്നേക്കാളും അറിവുണ്ടായിരുന്നു പ്രദീപിന്. പിന്നീട് ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ ഒരു തുടർക്കഥയായി. ഒരിക്കൽ എന്നെ കാണാൻ വന്ന പ്രദീപ് പരമേശ്വർ വല്ലാതെ അസ്വസ്ഥനായി. അയാൾ ആദ്യമായി എൻ്റെ മുന്നിൽ നിന്ന് മദ്യപിച്ച് ലക്കുകെട്ട് ആ കാര്യം അയാൾ എന്നോട് പറഞ്ഞു. ലോകത്തിൽ ആരും ഇന്നുവരെ കാണാത്ത ഒരു പക്ഷിയെ അയാൾ കണ്ടുവന്നു. ആ സമയത്ത് അയാളുടെ ക്യാമറ വർക്ക് ചെയ്തില്ല. എന്തോ ടെക്നിക്കൽ എറർ. ആ സംഭവം അയാളെ വല്ലാതെ നിരാശനാക്കി. ലോകം ഇന്നുവരെ കാണാത്ത ഒരു കാഴ്ച കൺമുൻപിൽ കിട്ടിയിട്ട് അത് പകർത്താൻ കഴിയാത്ത ശൂന്യതാബോധം അയാളെ വേട്ടയാടി. സി മിസ്റ്റർ ആദർശ്, നിങ്ങൾക്ക് ആ പക്ഷിയുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ ഏത് ഫോട്ടോഗ്രാഫി അവാർഡും നിങ്ങൾക്കായിരിക്കും. എന്താ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു? സാർ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഏതാണ് ആ പക്ഷി? എവിടെയാണ് പക്ഷി? സാർ, കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കുമായിരുന്നെങ്കിൽ. പറയാം. ഞാൻ അങ്ങോട്ടേക്കാണ് വരുന്നത്. മൂന്നാറിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് 166 കിലോമീറ്ററാണ്. എന്നാൽ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാട്ടുപാതയുണ്ട്. അതിലെ പോയാൽ ഈ ദൂരം വെറും 44 കിലോമീറ്ററേ ഉള്ളൂ. പോകുമ്പോൾ കൃത്യം നടുക്കായുള്ള മതികെട്ടാൻ ചോലയിൽ നിന്ന് വടക്ക് 5 മൈൽ ദൂരം താണ്ടിയാൽ ഉള്ളാടന്മാരായ ഗോത്രവാസികളുടെ ഒരു കോളനിയുണ്ട്. മകരസംക്രാന്തിയുടെ അന്ന് അവർക്ക് ഉത്സവമാണ്. മകരസംക്രാന്തി അറിയാലോ അല്ലേ? ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് സൂര്യന്റെ സഞ്ചാരം ആരംഭിക്കുന്നത് അന്നാണ്. ശബരിമലയിൽ മകരവിളക്ക്, തമിഴ്നാട്ടിൽ പൊങ്കൽ, അങ്ങനെ ഭാരതത്തിലാകമാനം ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രകൃതിക്ക് പല വ്യത്യാസങ്ങളും അനുഭവപ്പെടും, പ്രത്യേകിച്ച് കാട്ടിലെ പക്ഷിമൃഗാദികൾക്ക്. ആ ദിവസം അവിടെ വച്ചാണ് പ്രദീപ് പരമേശ്വർ ആ പക്ഷിയെ കണ്ടത്. ആദിവാസി സമൂഹം അവരുടെ ദേവിയായി അതിനെ കരുതുന്നു. സാർ ഇതെല്ലാം കേട്ടിട്ടൊരു കെട്ടുകഥ പോലെ തോന്നുന്നു. എനിക്കും ആദ്യം അങ്ങനെ തോന്നാതിരുന്നില്ല. പക്ഷേ പറഞ്ഞത് പ്രദീപ് പരമേശ്വരൻ ആയതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അയാൾ നുണ പറയില്ല. തന്നെയുമല്ല, ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പക്ഷിയുടെ ചിത്രം വരച്ച് അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് വാസ് അമേസിങ്. അതൊരു പക്ഷിയല്ല, ദേവത തന്നെയാണ്. അഗ്നി നിറത്താൽ പ്രകൃതി വരച്ച ഒരു ദേവത. സാർ, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? സാറ് പറഞ്ഞാൽ മതി.
മകരസംക്രാന്തിക്ക് ഇനി 2 ദിവസങ്ങളേ ഉള്ളൂ. ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം. ഇതൊരു ചരിത്രമാകും. കഴിയുമെങ്കിൽ പറയൂ, ഈ റിസോർട്ടിന് ഉടമകൾ പ്രദീപിൻ്റെ സുഹൃത്തുക്കളാണ്. അവർ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. വലിയ താമസമില്ലാതെ അവരോട് എത്തിച്ചേരും. ഈ ഫയൽ പ്രദീപ് പരമേശ്വരൻ്റെതാണ്. ഇതിൽ അയാളെക്കുറിച്ച് എല്ലാം ഉണ്ട്. അയാൾ എഴുതിയ 2 കവിതാ സമാഹാരങ്ങൾ, അയാളെടുത്ത പക്ഷികളുടെ ഫോട്ടോസ്, അയാളുടെ ഫോട്ടോസ്, പിന്നെ അപൂർവ പക്ഷിയുടെ അയാൾ വരച്ച ചിത്രം, അങ്ങനെയെല്ലാം. നിങ്ങൾക്കിത് റെഫറൻസായി എടുക്കാം. ആ പക്ഷിയെ അയാൾ വിശേഷിപ്പിച്ചത് അഗ്നിനാഗ പക്ഷി എന്നാണ്. ക്ഷമിക്കണം, പറയാൻ മറന്നു. എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങളൊന്ന് പഠിക്കും. ഒരു 4 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ വരും. എനിക്ക് മുമ്പേ ഞാൻ പറഞ്ഞ ഈ റിസോർട്ടിൻ്റെ ഉടമകൾ വരും. പറഞ്ഞല്ലോ, അവർ പ്രദീപ് പരമേശ്വരൻ്റെ സുഹൃത്തുക്കളാണ്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ സാർ, ഈ ഫോട്ടോ പിന്നെ എന്തുകൊണ്ട് പ്രദീപ് പരമേശ്വരൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല? സാർ ഞങ്ങളെ എന്തിനാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്? അതിനി കഴിയില്ല ആദർശ്. രണ്ടാമതൊന്നുകൂടി അയാൾ ശ്രമിച്ചു. അന്ന് അവിടെ ആ പക്ഷി വന്നില്ല. 3ാമതും അയാൾ അവിടേക്ക് യാത്രയായി. ആ യാത്രയിൽ അയാൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഓ, ഇതാണല്ലോ കക്ഷി. ചുള്ളനാണല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? ആയുസത്തിൽ പോയില്ലേ? Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it, how you gonna move for it, what you gonna be, and do you believe you can do anything, but what you gonna do for it, how you gonna move for it, what you gonna be. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ DSP. ഞാൻ വൈകിയോ? Hey, no sir. You always keep the time. മിസ്റ്റർ നാഗരാജ്, എന്താണ് ഇത്ര അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എനി അതർ ഇൻഫർമേഷൻസ്? I am sorry sir. നിങ്ങളെപ്പോലെ ലോകപ്രശസ്തനായ ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ബട്ട് ഐ എം ഹെൽപ്ലെസ് സർ. തമിഴ്നാട് ആൻറ്റി ടെറസം എങ്കിൽ നിന്നും ഒരു மெசேஜ் கொஞ்ச நேரம் முன்னாடி தான் வந்தது. ஆனால் அது வந்து ஃபோனில் பேச முடியாது சார். வெரி சீரியஸ். ஒன் மோர் கேஸ் இஸ் கன்ஃபார்ம். നാഗരാജ്, ഞാൻ എത്ര പ്രശസ്തനാണെന്നത് ഇവിടെ ഒരു മാറ്ററല്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ
നിങ്ങളുടെ ഏത് അന്വേഷണത്തോട് സഹകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഈ കേസിൽ നിങ്ങൾ പരാജയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ഐ ആം സോറി ടു സേ ദാറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനും ഭ്രാന്താണ്. ഓക്കെ, യു പ്രൊസീഡ്. എനിക്ക് 1-2 പേരോട് കാണാനുണ്ട്. சார் நீங்க ஜெர்மனிக்கு எப்போ கிளம்புறா? മറ്റന്നാൾ രാവിലെ 10. നിന്റെ കുഞ്ഞമ്മയുടെ കോപ്പ് ഉൾപ്പെടെ നാറി നിനക്ക് കെഞ്ചാൻ. ഓ, നിനക്കൊന്നും അറിയില്ല പോലും. നിന്നെ അറിയിച്ചു തരടാ. നിന്റെ ആ 2 ചങ്കളിലെ ഇടിച്ച് പദം പരത്തി ആശുപത്രി കൊണ്ടുവന്നാക്കി പോകുന്നുണ്ട് എൻ്റെ 2 പിള്ളേര്. പിന്നെ കേസ് മണ്ണാൻ കെട്ടാൻ മാങ്ങത്തൂലി എന്നൊക്കെ പറഞ്ഞ് നീ ഇറങ്ങിയ എന്നെ തനിക്കോണം നീ കാണും. കേട്ടാ പട്ടി, ഇത് 3ാമത്തെ തവണയാ നീ എൻ്റെ കളത്തിൽ കയറി കിടക്കുക. ബെഞ്ചമിനെ, നിനക്കുള്ള അവസാനത്തെ വാണിങ്ങ. ഇത്തോടെ നിർത്തിക്കോ. ഇല്ലേ നിന്റെ പിള്ളേർക്ക് ഇനി തന്നയില്ലാന്ന് വിചാരിച്ചോ. വെച്ചിട്ട് പോടാ നാറി. പോവാം. അമ്മാരോടെ ഉണ്ടെന്നാ പറഞ്ഞേ. ആ, ഹലോ ഗൈസ്, ശിവറാം. ആദർശ്. ഹലോ ആദർശ്. ഹലോ. സാറ് ഞങ്ങൾ വരുന്നു പറഞ്ഞില്ലായിരുന്നോ? ഒരു കാര്യം ചെയ്യ്, റൂമിലേക്ക് പോയി സംസാരിക്കാം. ഓക്കെ, പോലെ ഓക്കെ. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുവാണ്, സത്യത്തിൽ എങ്ങനെയാണ് പ്രദീപ് പരമേശ്വർ കൊല്ലപ്പെട്ടത്? Cheers. പ്രദീപ് പരമേശ്വര ജീവിതം ദുരന്തങ്ങളൊരു ഘോഷയാത്രയായിരുന്നു സുഹൃത്തെ. ഞങ്ങൾ കോളേജ് മേറ്റുകളാ. കോതമംഗലം MA കോളേജ് 96 ബാച്ച് PDഗ്രി. ഞാനും ഇവനും സയൻസ് ഗ്രൂപ്പ്, അവൻ ഫസ്റ്റ് ഗ്രൂപ്പ്. ഒരേ ഹോസ്റ്റൽ റൂംമേറ്റ്. PDഗ്രിയും ഡിഗ്രിയും ഫുൾ അവിടെ തന്നെ ആയിരുന്നു. അവൻ മൂവാറ്റുപുഴക്കാരനായിരുന്നു, ഞങ്ങൾ 2 പേരും കോതമംഗലംകാരായിരുന്നു. ഡിഗ്രിക്ക് ശേഷം അവൻ ഫോട്ടോഗ്രാഫിക്ക് പുറകെ പോയി. അകന്നു പോയെങ്കിലും നമ്മുടെ കൂട്ടുകെട്ടൊന്നും പിരിഞ്ഞിട്ടില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി മാറി. മുന്തിയ മാധ്യമങ്ങളിലൊക്കെ അവൻ്റെ ഫോട്ടോസ് വന്നു തുടങ്ങി. ഇന്ത്യക്കകത്തും പുറത്തും അവന് തിരക്കേറി. ക്യാഷൊക്കെ പിന്നെ അവൻ്റെ കയ്യിലേക്ക് ഒഴുകി തുടങ്ങി. എനിക്ക് തോന്നുന്നു 2010 മറ്റോ ആണ് അവൻ്റെ അച്ഛന് തേനി SBI ബ്രാഞ്ചിലോട്ട് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടിയത്. അതായിരുന്നു ആ കുടുംബം സംഭവിച്ച ടേണിംഗ് പോയിന്റ്. അവർ തേനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2-3 വർഷങ്ങൾ വലിയ കുഴപ്പമില്ല കടന്നുപോയി. ആ സമയത്താണ് പ്രദീപിൻ്റെ ഇളയ സഹോദരി പ്രസീത ഒരു പ്രണയത്തിലാവുന്നു. ഒരു പോലീസ് കോൺസ്റ്റബിൾ പനീർസെൽവമായിരുന്നു കാമുകൻ. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അത് നല്ലായിരുന്നില്ല. ഒരു ചതിനായിരുന്നു. ഒരു ദിവസം ആ പെൺകുട്ടി അയാളെ റേപ്പ് ചെയ്യപ്പെട്ടു. അയാളാൽ മാത്രമല്ല, അയാളുടെ 4 സുഹൃത്തുക്കളും അതിൽ പങ്കാളികളായിരുന്നു. എന്നിട്ടെന്താ സംഭവം വലിയ പൊല്ലാപ്പായി. അവനന്ന് ബ്രസീൽ ടൂറിലായിരുന്നു. അവിടെ അച്ഛൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പക്ഷെ 2 ദിവസത്തിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പ് എടുത്തെറിച്ച രീതിയിൽ 3 മൃതശരീരങ്ങളായിരുന്നു കത്തിക്കഴിഞ്ഞ രീതിയിൽ ആ വീട്ടിൽ അവശേഷിച്ചത്.
പ്രതിവിനെത്താൻ കഴിഞ്ഞില്ല. കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യാൻ ബന്ധുക്കളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസത്തിന് ശേഷം പ്രദീപ് പരമേശ്വരൻ നാട്ടിലെത്തി. ആകെ തകർന്നു വരുന്നവർ കേസൊക്കെ നടത്തി നോക്കി. പക്ഷെ തെളിവില്ലാത്തതിൻ്റെ പേരിൽ പനീർസെൽവത്തെയും കൂട്ടുകാരെയും കോടതി വെറുതെ വിട്ടു. ഒരു 5-6 മാസത്തിന് ശേഷം അവൻ നോർമലായി, വീണ്ടും ഫോട്ടോഗ്രാഫിക്ക് തിരിഞ്ഞു. ആ സമയത്താണ് പ്രശസ്ത പക്ഷി നിരീക്ഷകൻ സ്വാമിനാഥൻ സാറിനെ അവൻ പരിചയപ്പെടുന്നത്. ബാക്കിയെല്ലാം സാറ് നിങ്ങളോട് പറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ നിങ്ങളാരും ഇപ്പോഴും പറഞ്ഞില്ല പ്രദീപ് പരമേശ്വരൻ എങ്ങനെയാ കൊല്ലപ്പെട്ടതെന്ന്. ഓ സോറി ഒരെണ്ണം അടിച്ചാൽ പിന്നെ ഞാൻ ഇങ്ങനെയാ, സബ്ജക്റ്റിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. പറഞ്ഞല്ലോ, സ്വാമിനാഥൻ സാറുമായിട്ട് പരിചയപ്പെടുന്ന ആ സമയത്താണ് അവൻ ആ പക്ഷിയെ കണ്ടത്, അഗ്നിനാഗ പക്ഷി. ആ പക്ഷിയുടെ ഫോട്ടോ എടുത്തു അടങ്ങുന്ന അവനൊരു വാശിയായിരുന്നു. അവൻ്റെ ആദ്യത്തെ കവിതാ സഹായത്തിന് അവൻ പേരിട്ടതും അഗ്നിനാഗ പക്ഷി എന്നായിരുന്നു. അതിപ്പോൾ നിങ്ങൾ വായിച്ചു കാണുമല്ലോ അല്ലേ? ആദ്യം അവന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, എന്തോ കോബിലെ ക്യാമറ ഇറങ്ങും. രണ്ടാമത് ആ പക്ഷി വന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ഒരു ദിവസം അവൻ ഞങ്ങളുടെ പള്ളിവാസൽ റിസോർട്ടിൽ വന്നിരുന്നു. അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ അതിനു മുമ്പ് സ്വാമിനാഥൻ സാറിനെ കണ്ടൊരു ഫയൽ ഏൽപ്പിക്കാനുണ്ട്. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് കൊടൈക്കനാൽ വന്ന് അവിടെ നിന്ന് റിവേഴ്സ് റൂട്ടിൽ മൂന്നാറിലേക്ക് പോകുന്ന സ്ഥലത്തെത്തിച്ചേരാം എന്നായിരുന്നു അവൻ്റെ പ്ലാൻ. അവൻ കോയമ്പത്തൂർ ചെന്ന് സ്വാമിനാഥൻ സാറിനെ കണ്ടു ഫയൽ ഏൽപ്പിച്ചു, യാത്ര തിരിച്ചു. പക്ഷെ അന്നേ ദിവസമായിരുന്നു നമ്മളെയൊക്കെ നടുക്കിയ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. പക്ഷേ അതിലവൻ പെട്ടുപോയി. 59 പേരാണ് കൊല്ലപ്പെട്ടത്. ചിതറിത്തെറിച്ച മാംസകഷ്ണങ്ങൾ ആരുടേതാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അവൻ്റേതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് അവൻ്റെ പകുതി കത്തിയ ID കാർഡും പിന്നെ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാനോൺ EOS 5D ക്യാമറയുടെ ചില ഭാഗങ്ങളും മാത്രമാണ്. നിങ്ങൾ ചുമ്മാ കഥ കേട്ടുകൊണ്ടിരിക്കാതെ രണ്ടെണ്ണത്ത് അടിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്തു തരാനാണ് സ്വാമിനാഥൻ സാറിൻ്റെ ഓർഡർ. മകരസംക്രാന്തിക്ക് രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് പുറപ്പെടണം. ഹായ്, എന്തായി തീരുമാനം? പുറപ്പെടുന്നോ ഇല്ലയോ? പോയി നോക്കാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാടും മകരസംക്രാന്തിയും പിന്നെ പ്രദീപിൻ്റെ കഥയും അഗ്നിനാഗ പക്ഷിയും എല്ലാം കൂടി ഒരു വല്ലാത്ത ത്രില്ല്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വാസു വരും. ഒരാദിവാസി പയ്യനാണ്. അവൻ്റെ അച്ഛൻ പ്രദീപിൻ്റെ സുഹൃത്തായിരുന്നു. അയാൾ വഴിയാണ് അവൻ കാട്ടിൽ പോയതും ആ പക്ഷിയെ കണ്ടതും. പക്ഷേ അയാളിപ്പോൾ കിടപ്പിലാണ്. ഈ ആദിവാസി എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് നമുക്കും നമ്മൾ പറഞ്ഞാൽ അവർക്കും മനസ്സിലാവുമോ? ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ആ പേര് കേൾക്കുമ്പോൾ വേറെ തരം കൺസെപ്റ്റാണ്. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന വാസു മൂന്നാറിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്. പക്ഷേ അവനെ കാട്ടിലും കൂട്ടിക്കൊണ്ടു വന്നതും പിന്നെ സ്കൂളിൽ ചേർത്തതും ഹോസ്റ്റലാക്കിയതും അവനെ പഠിപ്പിച്ചതൊക്കെ പ്രദീപ് പരമേശ്വരനായിരുന്നു. പ്രദീപ് പരമേശ്വരൻ്റെ മരണശേഷം അവൻ്റെ എല്ലാ ചെലവുകളും നോക്കുന്നത് ഞങ്ങളാണ്. നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും അവനോട് സംസാരിക്കാം. അല്ല, ഫയൽ തന്നപ്പോൾ സാറ് പറഞ്ഞായിരുന്നു ഇതിനുള്ളിൽ പ്രദീപ് പരമേശ്വരൻ വരച്ച റയറസ്റ്റായ കുറച്ച് പക്ഷിയുടെ ഫോട്ടോയും പിന്നെ അഗ്നിനാഗ പക്ഷിയുടെ അയാൾ വരച്ച ചിത്രവുമുണ്ടെന്ന്. പക്ഷേ ഇതിൽ കണ്ടില്ല അത്. അതിലില്ലേ? ഇന്നലെയും കൂടി ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണല്ലോ. ഞാൻ പോയിട്ട് സാറിൻ്റെ അടുത്ത് പോയി റൂമിൽ പോയി നോക്കിയിട്ട് വരാം. സാറ് തിരിച്ചു വന്നിട്ട് കുറേ നേരമായത്. ഇതെന്താ പുറത്തേക്ക് ഇറങ്ങാത്തത്? കുളിക്കാൻ കയറിയാണ്. കുളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കുളിയാണ്. ഒരു 1/2 മണിക്കൂറിന് എടുക്കും. ഓ സോറി, ഇതാ ഫയൽ വയ്ക്കാൻ വിട്ടുപോയി. നിങ്ങൾ ചോദിച്ചതിലുണ്ട്.
ഇതാണ് പ്രദീപ് പരമേശ്വർ വരച്ച ഇന്നുവരെ ആരും കാണാത്ത ആ പക്ഷിയുടെ ചിത്രം, അഗ്നിനാഗ പക്ഷിയുടെ ചിത്രം. അഗ്നിനാഗ പക്ഷിയുടെ ഫോട്ടോ കൂടി കിട്ടിക്കഴിഞ്ഞാൽ താനെടുത്ത റയറസ്റ്റ് 10 പക്ഷികളെക്കുറിച്ചും അവയെ കിട്ടാൻ അയാൾ നടത്തിയ യാത്രാനുഭവങ്ങളെ പറ്റിയും എഴുതുന്ന പുസ്തകം നാഷണൽ ജിയോഗ്രഫി വേൾഡ് വൈഡ് പബ്ലിഷ് ചെയ്യുമെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. ആ പുസ്തകത്തിന് അയാൾ ഒരു പേരുമിട്ടിരുന്നു, ദ 10th ക്ലിക്ക് അഗ്നിനാഗ പക്ഷി. ഐ വിൽ ഡു ദ 10th ക്ലിക്ക് സാർ. കുറച്ച് ദൂരം കൂടി പോയാലേ ആനയിറങ്ങൽ ഡാമായി. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ വാസു നമ്മളെയും കാത്തുണ്ടാവും. ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നോ? എന്തിന്? ഉണ്ടാവും പറഞ്ഞാൽ വാസു ഉണ്ടാവും. അവൻ ഇതിലെ വാഗം തിരിച്ചറില്ല, സമയം തിരിച്ചറില്ല. ശരി, ഓ